സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും മഴ തുടരും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. അക്ഷയ കൃഷ്ണാനന്ദ തിരുവനന്തപുരത്ത് നിന്ന് നൽകും വിശദാംശങ്ങൾ. അക്ഷയ, ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അലർട്ടാണ് പുതുക്കിയ അലർട്ടായി വന്നിരിക്കുന്നത്? വിനീഷ, എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്കാണ് നാളെയും മറ്റന്നാളും സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്നും ശക്തമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപ്രകാരം നേരത്തെ 5 ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 7 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതുപ്രകാരം ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, മഴയോടൊപ്പം തന്നെ കാറ്റിനും സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ, അതായത് ജൂൺ 11-ാം തീയതി സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതിനാൽ തന്നെ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഓറഞ്ച് അലർട്ടുകൾ തൃശൂർ, എറണാകുളം, അതോടൊപ്പം തന്നെ ഇടുക്കി, ഈ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റന്നാൾ എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നീ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് മധ്യബംഗാൾ ഉൾക്കടലിൽ നിന്ന് തീരദേശ ആന്ധ്രാപ്രദേശ് വരെ നീളുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കാലവർഷം കനക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. എന്നിരുന്നാലും എൽനിനോ പ്രതിഭാസം ഉൾപ്പെടെ സംസ്ഥാനത്തെ കാലവർഷത്തിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എങ്കിലും സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള ഒരു മഴ തന്നെയാണ് കണ്ടുവരുന്നത് ഈ ഒരു ദിവസങ്ങളിലെല്ലാം തന്നെ. നാളെ മറ്റന്നാളുമുള്ള മഴയ്ക്ക് കാരണമായിട്ടുള്ളത് ഈ ന്യൂനമർദ്ദ പാത്തിയാണ്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകും എന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം. അതായത് ശക്തമായിട്ടുള്ള കാറ്റാണ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുപ്രകാരം ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ കേരളം, കർണാടക, ലക്ഷദ്വീപ് എന്നീ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിനീഷ, അക്ഷയ, തിരുവനന്തപുരത്ത് മഴയാണോ? അക്ഷയ കുടയിലേക്കും മൈക്ക് കവറിലേക്കും ഒക്കെ കയറിയിട്ടുണ്ട് ഫ്രെയിമിൽ. തീർച്ചയായിട്ടും രാവിലെ ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഉച്ചയായ സമയത്ത് വീണ്ടും മഴ തുടങ്ങുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചത് പ്രകാരം 5 ജില്ലകളിലായിരുന്നു മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. അതിൽ തിരുവനന്തപുരം ജില്ല ഇല്ലായിരുന്നു. 1 മണിക്ക് ശേഷം പുതുക്കിയ ഒരു മുന്നറിയിപ്പാണ് വന്നത്. അതിലാണ് തിരുവനന്തപുരവും കൊല്ലവും ഈ തെക്കൻ ജില്ലകളെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം മഴ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ശക്തമായിട്ടുള്ള ഒരു മഴ, നേരിയതും ഇടത്തരവുമായിട്ടുള്ള ഒരു മഴ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. എന്തായാലും ഇപ്പോൾ ശക്തി പ്രാപിച്ചിട്ടില്ല. ശക്തിയാർന്നൊരു മഴയല്ല തലസ്ഥാനത്തുള്ളത്, ചെറിയൊരു മഴയാണുള്ളത്. എന്നിരുന്നാൽ പോലും ഇത് ശക്തമാകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ടാണ് യെല്ലോ അലർട്ട് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. വിനീഷ, ശരി. അക്ഷയാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.